രാവിലെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആ പണികൾ നോക്കുള്ളൂ. അപ്പോൾ വേഗം കഴുകാൻ കുറച്ച് തുണികളുണ്ടായിരുന്നത് മിഷ്യത്തിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി. മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്, വെയിലാവണതിന് മുമ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മതിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ, കിളികൾക്കും കാക്കകൾക്കൊക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് കയറിയത്. അപ്പോൾ ഇന്ന് ഉപ്പുമാവാക്കാന്നുള്ളൊരു പ്ലാനാണ്. ഉപ്പുമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉപ്പുമാവാണ്. വെജിറ്റബിൾസ് ഒന്നും ചേർക്കണില്ല. ചേർത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. മക്കൾസ് അതെടുത്ത് സൈഡിലേക്ക് വെക്കും. ഉപ്പുമാവേ ഇഷ്ടമല്ല, പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തിന് അങ്ങോട്ട് കഴിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ കയ്യോടെ തന്നെ അരിയും കൂടി അടുപ്പത്തിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. വർക്ക് ഏരിയ തന്നെ ഇരുന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ പണി പാത്രം കഴുകലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വിഷയത്തിൽ കഴുകാനിട്ടിരുന്ന തുണികൾ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഴയിൽ വിരിച്ചിട്ടു. അപ്പോൾ ഇന്ന് കറിക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കറിയായിട്ട് പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറിയാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഈ കറി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് വെക്കാറുണ്ട്. പരിപ്പിൽ തന്നെ സവാളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അതങ്ങോട്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾസ് എന്തെടുക്കണമെന്നൊന്ന് ചെന്ന് നോക്കി. അപ്പോൾ ചെറുതിരുന്ന് ടി വി കാണുകയാണ്, ഒരാൾ ലാപ്പിലിരിക്കുകയാണ്. മൂത്താൾ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ വക പരിപാടികളൊന്നും ഞാൻ അറിയണ്ട. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ കറി സെറ്റായിട്ടാണ്. പിന്നെ ഞാൻ വേഗം ചിക്കൻ വെക്കാനുള്ള പരിപാടികൾ നോക്കി ചിക്കൻ കറി സെറ്റാക്കി. ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ദാഹമായിരുന്നു. അപ്പോൾ ഒരു കുമ്മട്ടിങ് ഇരിക്കണ്ടായിരുന്നു, അത് വേഗം കലക്കി കുടിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കേ.